Good morning, all. Welcome to my class. Today we are going to study superconductivity. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂപ്പർ കണ്ടക്ടിവിറ്റിയെ കുറിച്ചാണ്. ആദ്യമായി എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി? ദ സൂപ്പർ കണ്ടക്ടിംഗ് സ്റ്റേറ്റ് ഇസ് എ ഫേസ് ഓഫ് മാറ്റർ ആസ് ഇസ് ഫെറോമാഗ്നറ്റിസം. The phenomena was discovered in the spring of 1911 by the Dutch physicist H. Kamerlingh Onnes, who observed an abrupt vanishing of the resistivity of solid mercury at 4.15 Kelvin. അതായത് ഫെറോമാഗ്നറ്റിസം പോലെ മാറ്ററിൻ്റെ ഒരു പ്രത്യേക ഫേസാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിച്ചത് ആദ്യമായി ഡച്ച് ഫിസിസ്റ്റ് 1911 കാമർലിംഗ് ഓൺസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടുപിടിച്ചത്. അദ്ദേഹം കണ്ടു an abrupt vanishing of resistivity of solid mercury. മെർക്കുറിയുടെ റെസിസ്റ്റിവിറ്റി വാനിഷിങ് ഇല്ലാതാവുന്നതായി കണ്ടു. അണ്ടർ ആംബിയൻറ്റ് പ്രഷർ there are 33 elemental superconductors. സാധാരണ പ്രഷറിൽ 33 സൂപ്പർ കണ്ടക്ടേഴ്സ് ഉണ്ട്. all of which have a metallic phase at higher temperatures. ഇവ എല്ലാവർക്കും ഹയർ ടെമ്പറേച്ചേഴ്സിൽ ഒരു മെറ്റാലിക് ഫേസ് ഉണ്ട്. and hundreds of compounds and alloys which exhibit the phenomenon. മാത്രമല്ല മെറ്റൽ കൂടാതെ പല കോമ്പൗണ്ടുകളും അലോയികളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, കാണപ്പെടുന്നുണ്ട്. A timeline of superconductors and their critical temperatures is provided in the figure 11.1. The related phenomenon of superfluidity was first discovered in liquid helium below 2.17 Kelvin at atmospheric pressure independently in 1937 by Kapitsa and Allen and Misner. അതേപോലെ 1937 കണ്ടുപിടിച്ച വേറൊരു ഫിനോമിനനാണ് സൂപ്പർ ഫ്ലൂയിഡിറ്റി. അതും സൂപ്പർ കണ്ടക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. At some level, a superconductor may be considered as a charged superfluid. ചില സമയത്ത് നമ്മൾ സൂപ്പർ കണ്ടക്ടറിനെ ഒരു ചാർജ്ഡ് സൂപ്പർ ഫ്ലൂയിഡ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാം. Here we recite the basic phenomena of superconductors. ഒന്നാമതായി സൂപ്പർ കണ്ടക്ടറിൽ കാണപ്പെടുന്നതാണ് വാനിഷിംഗ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. The DC electrical resistance at zero magnetic field vanishes in the superconducting states. മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആയിരിക്കുന്ന സമയത്ത് ഇലക്ട്രിക് റെസിസ്റ്റൻസ് സീറോ ആകുന്നു. This is established in some materials to be better 1 part in 10⁻15 of normal state resistance. Above critical ഇത് ഒരു പ്രത്യേക ടെമ്പറേച്ചറിന് താഴെയാണ് ഇത് കാണപ്പെടുന്നത്. Above the critical temperature the DC resistivity is finite. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാതിരിക്കുമ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിൽ റെസിസ്റ്റൻസ് സീറോ അല്ല, പക്ഷേ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ റെസിസ്റ്റൻസ് സീറോ ആണ്. The AC resistivity remains zero up to a critical frequency. അതേപോലെ AC കറണ്ടിനുള്ള റെസിസ്റ്റൻസ് സീറോ ആയിട്ട് നിലനിൽക്കുന്നു. അത് ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നു. where delta is the gap in the electronic excitation spectrum. The frequency threshold is 2 delta because the superconducting condensate is made up of electron pairs. So breaking a pair results in 2 quasi-particles each with energy delta or greater. For weak coupling superconductors which are described by the famous BCS theory, there is a relation between gap energy and the superconducting transition temperature. ഇത് നമുക്ക് കൂടുതൽ ആവശ്യമില്ലാത്തതാണ്. എന്തായാലും സൂപ്പർ കണ്ടക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലാണ് സൂപ്പർ കണ്ടക്ടർ ആയി മാറുന്നത്. അത് ഒരു മെറ്റലിനെ തണുപ്പിച്ച് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ അത് സൂപ്പർ കണ്ടക്ടറായി മാറുകയും അതിന് താഴെയുള്ള എല്ലാ ടെമ്പറേച്ചറുകളിലും റെസിസ്റ്റൻസ് ഇല്ലാതാവുകയും മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്ത കേസിലാണ്. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന കേസ് പിന്നെ വരുന്നുണ്ട്. ആ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിലാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് സീറോ അല്ലാതായി മാറുകയും ചെയ്യുന്നു. In 1933, it was discovered by Meissner and Ohlenfeld that magnetic fields in superconductor tin and lead do not penetrate into the bulk of a superconductor, but rather are confined to a surface of layer thickness lambda called London penetration depth. Typically, lambda in
on the scale of tens to hundreds of nanometers. 1933 മേസ്നർ ആൻഡ് ഉലൻബർഗ് കണ്ടുപിടിച്ചു that magnetic fields in superconducting tin and lead do not penetrate into the bulk of a superconductor. ഒരു സൂപ്പർ കണ്ടക്ടറിൻ്റെ ഉള്ളിലേക്ക് അത് പെനിട്രേറ്റ് ചെയ്യുന്നില്ല, മറിച്ച് അത് സർഫസിൽ അത് മാത്രമാണ് കൺഫൈൻ ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അപ്രീഷിയേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സൂപ്പർ കണ്ടക്ടർ ആൻഡ് എ പെർഫെക്റ്റ് മെറ്റൽ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു സൂപ്പർ കണ്ടക്ടറും പെർഫെക്റ്റ് മെറ്റലും തമ്മിലുള്ള വ്യത്യാസം അനുസരിക്കേണ്ടതാണ്. ഇഫ് യു സെറ്റ് സിഗ്മ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി, കണ്ടക്ടിവിറ്റി 0 ഇൻഫിനിറ്റി ആണെങ്കിൽ, then from J is equal to sigma E, we must have electric field is 0. Electric field E is equal to 0 ആവേണ്ടതാണ്. Faraday's law del cross E is equal to dou B by dou T. That means dou B by dou T is equal to 0. അപ്പോൾ ഈ 0 ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആയി, അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണ് ഫാരഡേസ് ലോയിൽ. അപ്പോൾ ഡോ ബി ബൈ ഡോ ടി 0 ആണ്. അപ്പോൾ ബി ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പല സൂപ്പർ കണ്ടക്ടേഴ്സ് മെറ്റലുകൾ മാത്രമല്ലാതെ പല കോമ്പൗണ്ടുകളും സൂപ്പർ കണ്ടക്ടറാണ് എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബി റിമെയിൻസ് കോൺസ്റ്റൻ്റ് ഇൻ എ പെർഫെക്റ്റ് മെറ്റൽ. Einstein and Uhlenbeck found that below Tc the flux was expelled from the bulk of the superconductor. If, however, the superconducting sample is not simply connected, that is, if it has holes, such as the case of superconducting ring, then in the Meissner phase, flux may be trapped in the holes. Such a trapped flux is condensed in integer units of superconducting fluxoid. അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡ് സൂപ്പർ കണ്ടക്റ്റിംഗ് ടെമ്പറേച്ചറിൽ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ അത് പൂർണ്ണമായും മാഗ്നറ്റിക് ഫീൽഡ് അതിനുള്ളിൽ നിന്നും, സൂപ്പർ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ നിന്നും എക്സ്പെൽ ചെയ്ത് പുറത്തു പോകുന്നതായിട്ടാണ് കാണപ്പെട്ടത്. മാത്രമല്ല, the Meissner state exists for T is equal to Tc less than Tc only when the applied magnetic field is smaller than the critical field. അതേസമയം ഈ മെയ്സ്നർ സ്റ്റേറ്റ്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ സൂപ്പർ കണ്ടക്ടറിൽ കാണപ്പെടുന്ന ഈ എക്സ്പൾഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾക്ക് കാണപ്പെടുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് വളരെ ഹൈ ആണെങ്കിൽ ഈ ഫീൽഡ് കാണപ്പെടുന്നില്ല. പക്ഷേ ഒരു ചെറിയ മാഗ്നറ്റിക് ഫീൽഡോ അല്ലെങ്കിൽ സീറോ മാഗ്നറ്റിക് ഫീൽഡിലോ മാത്രമേ ഇങ്ങനത്തെ ഒരു എക്സ്പൾഷൻ നമുക്ക് കാണപ്പെടുന്നുള്ളൂ. അത് നമ്മൾക്ക് ഈ ക്രിട്ടിക്കൽ ഫീൽഡാണ് ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ആ ക്രിട്ടിക്കൽ ഫീൽഡിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മെയ്സ്നർ എഫക്റ്റ് നഷ്ടപ്പെടുകയും ആ മെയ്സ്നർ എഫക്റ്റ് ഇല്ലാതാവുകയും ഈ എക്സ്പൾഷൻ ഇല്ലാതാവുകയും അതിനുള്ളിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് കടക്കുകയും ചെയ്യുന്നു. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ 1 - T²/Tc². സോ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറിൽ എന്ന് പറയുന്നത് ദ സിസ്റ്റം ഗോസ് നോർമൽ ഫോർ H ഗ്രേറ്റർ ദാൻ Hc. ക്രിട്ടിക്കൽ ഫീൽഡിനേക്കാളും ഹയർ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അത് നോർമലായിട്ട് പോകും. ഫോർ മോസ്റ്റ് എലമെൻ്റൽ ടൈപ്പ് 1 മെറ്റീരിയൽസ് the critical field is less than 1 kilogauss. പക്ഷേ type 2 materials there are two critical fields, Hc1 and Hc2. For H less than Hc1 we have flux expulsion and the system is in Meissner phase. For H greater than Hc2 we have uniform flux penetration and the system is normal. അപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യമേ ഒരു ക്രിട്ടിക്കൽ ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡ് സംഭവിച്ചു കഴിഞ്ഞാൽ ഫ്ലക്സ് എക്സ്പൾഷൻ സംഭവിക്കും, പക്ഷേ മെയ്സ്നർ ഫേസിൽ തന്നെ ആയിരിക്കും. രണ്ടാമത് വീണ്ടും ഒരു ഹൈ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ യൂണിഫോം ഫ്ലക്സ് പെനട്രേഷൻ സംഭവിക്കും. അങ്ങനെ സിസ്റ്റം നോർമൽ ആവുകയും ചെയ്യും. ദി സിസ്റ്റം ഈസ് ഇൻ എ മിക്സ്ഡ് സ്റ്റേറ്റ് ഇൻ വിച്ച് ദ കോണ്ടൈസ് വോർട്ടിസസ് ഓഫ് ഫ്ലക്സ് പെനട്രേറ്റ് ദി സിസ്റ്റം. അപ്പം ഈ പറയുന്ന പോലെ നേരത്തെ ഫ്ലക്സ് പെനട്രേറ്റ് ചെയ്യുന്നു. ദർ ഇസ് എ ഡിപ്ലീഷൻ, വാട്ട് വി ഷാൽ ഡിസ്ക്രൈബ് ആസ് എ സൂപ്പർ കണ്ടക്ടിങ് ഓർഡർ പാരാമീറ്റർ ഇൻ ദ വോർട്ടെക്സ് കോഴ്സ് ഓർ ദ ലെങ്ത് സ്കെയിൽ. അതുപോലെ കൊഹറൻസ് ലെങ്ത് ഓഫ് ദ സൂപ്പർ കണ്ടക്ടർ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ എന്തായാലും ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറും ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറും ഉണ്ട്. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറിൽ ഒരു ക്രിട്ടിക്കൽ ഫീൽഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിട്ടിക്കൽ ഫീൽഡിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് നോർമൽ മെറ്റീരിയലായി മാറും. അതേസമയത്ത് ടൈപ്പ് 2 മെറ്റീരിയലിലാണെങ്കിൽ വേറെ ഒരു ഹയർ മാഗ്നറ്റിക് ക്രിട്ടിക്കൽ ഫീൽഡും കൂടെ ഉണ്ട്. അവിടെ നമ്മൾക്ക് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്രിട്ടിക്കൽ ഫീൽഡിന് അബോവ് ആയിട്ട് അത് ഫ്ലക്സ് എക്സ്പെൽ ആവുകയും പക്ഷേ അത് മെയ്സ്നർ സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഇനി വേറെ ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ വി ഹാവ് ഓൾറെഡി മെൻഷൻ ദാറ്റ് എ മെറ്റാലിക് റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് എൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് മേ എൻക്ലോസ് എ ക്വാണ്ടൈസ്ഡ് ട്രാപ്ഡ് ഫ്ലക്സ് when cooled below its superconducting transition temperatures. If the field is now decreased to 0, the trapped flux remains and is generally generated by a persistent current which flows around the ring. In thick rings, such currents have been demonstrated to exist undiminished for years and may be stable for astronomically long times.
അതായത് കറണ്ട് നിലനിൽക്കുന്നതായി കാണപ്പെടുന്നു. അതായത് ഒരു മെറ്റൽ റിങ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്രസൻസിൽ അവിടെ ഒരു ഫ്ലക്സിനെ ട്രാപ്പ് ചെയ്ത് കോണ്ടൈസ്ഡ് ട്രാപ്പിനെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കാൻ സാധിക്കും. എപ്പോഴാണ് അത് വളരെ കൂൾ ചെയ്ത് അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെയാണെങ്കിൽ. ഇനി ഫീൽഡ് സീറോ ആയിട്ട് കുറച്ചാൽ പോലും ആ ഫ്ലക്സ് അവിടെ റിമെയിൻ ചെയ്യുന്നതായിട്ട് കാലാകാലങ്ങളായി അവിടെ ആ ഫ്ലക്സ് നിലനിൽക്കുന്നതായി കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം എന്ന് പറയുന്ന സൂപ്പർ കണ്ടക്ടേഴ്സ്. മേസ്നർ എഫക്റ്റ് ഇപ്പോൾ അബോവ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണെങ്കിൽ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണപ്പെടുന്നു. പിന്നെ അബോവ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണെങ്കിൽ അബോവ് ക്രിട്ടിക്കൽ ഫീൽഡ് 1 ആണെങ്കിൽ അവിടെ എക്സ്പൾഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കാണപ്പെടുന്നു. അതേസമയത്ത് ഇത് നമ്മൾ കാണപ്പെടുന്നത് ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ബിലോ ഇതിലാണെങ്കിൽ അവിടെ നമ്മൾക്ക് പെർസിസ്റ്റൻസ് കറണ്ട് കാണപ്പെടുന്നു. അതുപോലെ സ്പെസിഫിക് ഹീറ്റ്, ദ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് മെറ്റൽസ് ബിഹേവ്സ് ആസ് പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ. പക്ഷേ സൂപ്പർ കണ്ടക്ടർ വൺ സബ്ട്രാക്ട് ദ ലോവർ ടെമ്പറേച്ചർ ഫോൺ കോൺട്രിബ്യൂഷൻ ഓൺ ഇറ്റ് ഈസ് ലെഫ്റ്റ് വിത്ത് T less than Tc with an electronic configuration. There is a jump in the specific heat at T is equal to Tc. T is equal to Tc യിൽ ഒരു സ്പെസിഫിക് ഹീറ്റിൻ്റെ ഒരു ജമ്പാണ് കാണപ്പെടുന്നത്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇറ്റ്സ് ജനറലി അബൌട്ട് 3 times the normal specific heat. Tunneling and Josephson effect. The energy gap in superconductors can be measured by electron tunneling between a superconductor and a normal metal. അതായത് സൂപ്പർ കണ്ടക്ടറിലെ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. മെഷർ ബൈ ഇലക്ട്രോൺ ടണലിംഗ് ബിറ്റ്വീൻ എ സൂപ്പർ കണ്ടക്ടർ ആൻഡ് നോർമൽ മെറ്റൽ ഓർ ബിറ്റ്വീൻ 2 സൂപ്പർ കണ്ടക്ടേഴ്സ്. അങ്ങനെ നമുക്ക് ജോസഫ്സൺ എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. See, this is a type 1 and type 2 superconductors. So by this we come to the end of this class. Thank you.